നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തോറ്റിട്ടും അത് അംഗീകരിക്കാതെ കസേരയും കെട്ടിപ്പിടിച്ച് മോങ്ങലോട് മോങ്ങലാണ് മമതാ ബാനർജി. ഞാൻ ഈ തോൽവി അംഗീകരിക്കില്ല, ഇത് അട്ടിമറിയാണ്, BJP കള്ളക്കളി കളിച്ചു എന്നൊക്കെയാണ് മമതാ ബാനർജി കരഞ്ഞുകൂവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ അത്യപൂർവമായ ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് മമതാ ബാനർജി കടുപ്പിച്ച നിലപാടുകൾ എടുക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ പരാജയം സമ്മതിക്കാനോ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനോ തയ്യാറല്ല എന്നുള്ള മമതയുടെ പ്രഖ്യാപനം വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെട്ടതല്ല എന്നും BJP അധികാരം ബലമായി പിടിച്ചെടുക്കുകയായിരുന്നുവെന്നും ആരോപിക്കുന്ന മമത പോരാട്ടം തെരുവിലേക്കും കോടതിയിലേക്കും മാറ്റാനാണ് ഒരുങ്ങുന്നത്. ഒരു വഴിക്കൂടെ തൃണമൂൽ കോൺഗ്രസിനെ തെരുവിലേക്ക് ഇറക്കിവിട്ട് ഒരു കലാപത്തിന് നീക്കം നടത്തുന്നു. അതായത് BJP ഇവിടെ ഭരിക്കുന്നതൊന്ന് കാണണം എന്നുള്ള രീതിയിലേക്ക് ഒരു തറ ഗുണ്ടായിസം മമത പുറത്തെടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കോടതിയിലേക്ക് പോയി നിയമ നടപടി സ്വീകരിക്കും എന്ന് മമത പറയുന്നു. എങ്ങനെയാണെങ്കിലും ഇത് തോൽവിയല്ല, തൃണമൂലിന് തോൽവി സംഭവിച്ചിട്ടില്ല, ഞാൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങില്ല എന്നുള്ള വാശി. മമതാ ബാനർജി കേരളത്തിലെ പിണറായി വിജയനെ കണ്ടുപിടിക്കണം. കാരണം അടപടലം തോറ്റ് തൊപ്പിയിട്ട് താഴെ വീണു. 10 വർഷം അധികാരത്തിൽ കയറിയിരുന്ന് മതിച്ചു പുളച്ച ഒരു മനുഷ്യനാണ്, അധികാര ഭ്രമമുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ വരെ അന്തസ്സായിട്ട് രാജി പ്രഖ്യാപിച്ചു, ഗവർണർക്ക് രാജിക്കത്ത് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അന്തസ്സായിട്ട് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനാണ്. അപ്പോൾ മമതാ ബാനർജി മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കണം, പിണറായി വിജയനെ കണ്ടുപിടിക്കണം. എന്തായാലും ഞാൻ കസേര വിട്ടുകൊടുക്കില്ലെന്ന് മമതാ ബാനർജി അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഇറക്കാൻ അറിയാമെന്ന് അമിത്ഷായും പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അങ്ങനെ ബംഗാളിൽ ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് BJP നേർക്കുനേർ പോരിലേക്ക് എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മറ്റൊരു പോരിലേക്ക് ബലാബലം പരീക്ഷിക്കുകയാണ് കസേര പിടിച്ചെടുക്കുന്നതിന് വേണ്ടി. മെയ് 6-ന് നിലവിലെ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ ഭരണഘടനാപരമായ കടമ്പകൾ മമതയ്ക്ക് വെല്ലുവിളിയാകുകയാണ്. കാലാവധി പൂർത്തിയായാൽ രാജിവെക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥയാണെന്നും അല്ലാത്തപക്ഷം ഗവർണർക്ക് സർക്കാരിനെ പിരിച്ചുവിടാൻ അധികാരമുണ്ടെന്നും നിയമവിദഗ്ധർ പറയുന്നു. എന്നാൽ ഈ നിയമമൊന്നും കേൾക്കാൻ മമതാ ബാനർജി തയ്യാറല്ല. ബംഗാളിൽ ഞാൻ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, അതേ ഇവിടെ നടപ്പാകൂ എന്നാണ് മമത പറയുന്നത്. തൃണമൂലും അതിന് ശരിവെക്കുന്നു. മമത എന്താണോ പറയുന്നത് അതാണ് നീതിയും ന്യായവും എല്ലാമെന്ന്. മമതയുടെ ഈ പ്രതിരോധം കൊണ്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മുതിർന്ന അഭിഭാഷകൻ ശേഖർ നഫാഡെ പറഞ്ഞു. 5 വർഷത്തെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ ഗവർണർക്ക് നിയമസഭ പിരിച്ചുവിടാനും സർക്കാരിന്റെ കാലാവധി അവസാനിപ്പിക്കാനും സാധിക്കും. രാജിവെക്കില്ലെന്ന മമതയുടെ തീരുമാനം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമായ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ലഭ്യമായ കാരണങ്ങൾ മുൻനിർത്തി ഏതെങ്കിലും അധികാര പരിധിയിലുള്ള കോടതി ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ഫലം അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഈ സാഹചര്യത്തിൽ രാജിക്കത്ത് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് എന്ന് നഫാഡെ പറഞ്ഞു. മമത നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സർക്കാരിനെ പിരിച്ചുവിടുകയല്ലാതെ ഗവർണർക്ക് മുന്നിൽ മറ്റു വഴികൾ ഉണ്ടാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിരിക്കും. ലഭ്യമായ ഏത് വേദികളിലും തിരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്യാൻ മമതാ ബാനർജിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും ശേഖർ വ്യക്തമാക്കി. ആർക്കും അത്തരം നിയന്ത്രണങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. നിലവിൽ മമതയ്ക്ക് അധികാരത്തിൽ തുടരാൻ അനുവാദമില്ല എന്ന് മറ്റൊരു അഭിഭാഷകനായ PDP ആചാര്യയും തുറന്നടിച്ചു. അവർ രാജിവെച്ചില്ലെങ്കിലും അതൊരു പ്രശ്നമല്ല. അടുത്ത മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെ തുടരാൻ ഗവർണർ അവരോട് ആവശ്യപ്പെടാമായിരുന്നു. എന്നാൽ 5 വർഷത്തിന് ശേഷം ഒരു സർക്കാരിനും തുടരാനാവില്ല എന്നാണ് ഭരണഘടനാ വ്യവസ്ഥ പറയുന്നത്. അതുകൊണ്ട് മമതയുടെ ഈ ഒരു നീക്കം അത് വെറും ഒരു പ്രതിഷേധം മാത്രമാണ്. അവരെ വലിച്ചു പുറത്തിടാൻ അടുത്ത സർക്കാരിന് കഴിയും എന്ന് PDP ആചാരി പറയുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തെ മമതാ ബാനർജി ചോദ്യം ചെയ്താലും അതൊരു തെരഞ്ഞെടുപ്പ് ഹർജിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും അതിന്റെ വാദം പിന്നീട് മാത്രമേ നടക്കുകയുള്ളൂ എന്നും ആചാരി കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ വോട്ടർ പട്ടികയിൽ നിന്നുള്ള പേര് വെട്ടിക്കളയൽ ഉന്നയിച്ച് അവർക്ക് തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാമെന്നും എന്നാൽ അത് മറ്റൊരു ഹർജി ആയിരിക്കുമെന്നും ആചാരി പറഞ്ഞു. അത്തരമൊരു നടപടി സ്വീകരിച്ചാൽ പോലും അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനാകില്ല. 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് BJP 207 സീറ്റുകളിലായി വൻ വിജയം നേടിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ല എന്ന ഉറച്ച നിലപാടിൽ മമതാ ബാനർജി ഇങ്ങനെ കടിച്ചു തൂങ്ങുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥ ജനവിധിയല്ല എന്നും BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഫലമാണ് എന്നുമാണ് മമതാ ബാനർജി ആരോപിക്കുന്നത്.
തന്റെ പരാജയം ധാർമ്മികമല്ലെന്നും അതിനാൽ രാജ്ഭവനിലെത്തി രാജിക്കത്ത് നൽകാൻ താൻ ഒരിക്കലും തയ്യാറല്ല എന്നും കൊൽക്കത്തയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മമതാ ബാനർജി പ്രഖ്യാപിച്ചത്. ഇതോടുകൂടിയായിരുന്നു വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. തന്റെ യഥാർത്ഥ എതിരാളി BJP അല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നു എന്ന് മമത ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കമ്മീഷൻ വൃത്തികെട്ട കളി കളിച്ചുവെന്നും BJPക്ക് വേണ്ടി മുൻവിധിയോടെ പ്രവർത്തിച്ചുവെന്നും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് 90 ലക്ഷം പേരുകൾ നീക്കം ചെയ്തതായും കോടതി ഇടപെടലിന് ശേഷം മാത്രമാണ് 32 ലക്ഷം പേരെ തിരികെ ചേർത്തതെന്നും മമത പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് IAS IPS ഉദ്യോഗസ്ഥരെ മാറ്റി BJPക്ക് താൽപ്പര്യമുള്ളവരെ നിയമിച്ചതും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നേരിട്ടുള്ള ഇടപെടലുമാണെന്ന് ഈ ഫലത്തിന് പിന്നിലെന്നും മമത ആരോപിക്കുന്നു. ഏതാണ്ട് 100 സീറ്റുകൾ തങ്ങളിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തതായിട്ടാണ് തൃണമൂൽ അവകാശവാദം ഉന്നയിക്കുന്നത്. 71-കാരിയായ മമത തനിക്കെതിരെ നടന്ന ശാരീരിക ആക്രമണങ്ങളെക്കുറിച്ചും വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. ഒരു പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് CCTV ഓഫ് ചെയ്ത ശേഷം തന്നെ വയറ്റിലും പുറത്തും മർദ്ദിച്ചുവെന്നും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് തന്നെ പുറത്തേക്ക് തള്ളിയതായും ഇവർ ആരോപിക്കുന്നുണ്ട്. വോട്ടെടുപ്പിന് ശേഷം EVMകളിൽ 80-90% ചാർജ് എങ്ങനെ അവശേഷിക്കുന്നു എന്ന സാങ്കേതിക സംശയവും അവർ ഉന്നയിച്ചു. ജനാധിപത്യം കൊള്ളയടിക്കപ്പെട്ട ഈ ദിവസത്തെ ബംഗാൾ ചരിത്രത്തിലെ കറുത്ത ദിനം എന്നാണ് മമതാ ബാനർജി വിശേഷിപ്പിച്ചത്. മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ എന്നിവിടങ്ങളിലെ പോലെ ബംഗാളിലും കേന്ദ്ര സർക്കാർ നേരിട്ട് തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്നാണ് മമത ആരോപിക്കുന്നത്. നടന്നത് തെരഞ്ഞെടുപ്പല്ലെന്നും കേന്ദ്ര ഏജൻസികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് നടത്തിയ ഒത്തുകളിയായിരുന്നുവെന്നും മമത പറയുന്നു. തന്റെ ജീവിതത്തിൽ ഇത്രയും മോശമായ ഒരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല എന്ന് മമത പ്രതികരിച്ചത്. എന്നാൽ മമതാ ബാനർജി കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ ജനവിധി അംഗീകരിക്കുന്നതായാണ് തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്ര എക്സിൽ കുറിച്ചത്. സങ്കല്പിക്കാൻ പോലുമാകാത്ത പ്രതിസന്ധികളോട് പൊരുതിയാണ് തങ്ങൾ പോരാട്ടം നടത്തിയതെന്നും ബംഗാൾ ആഗ്രഹിച്ചത് BJPയെ ആണെങ്കിൽ ആ ജനവിധിയെ ബഹുമാനിക്കുന്നുവെന്നും മഹുവ പറഞ്ഞു. എങ്കിലും ഭരണഘടനയ്ക്ക് പ്രാധാന്യമുള്ള മതേതര രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും മഹുവ വ്യക്തമാക്കി. ജനങ്ങളുടെ ഇഷ്ടമാണ് പരമപ്രധാനം. ബംഗാൾ ആഗ്രഹിച്ചത് BJPയെ ആണെങ്കിൽ ബംഗാളിൽ BJPയെ ലഭിച്ചു. ശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് എൻ്റെ നേതാവിലും പാർട്ടിയിലും എനിക്ക് അഭിമാനമുണ്ട്. ഭരണഘടനയ്ക്ക് പ്രാധാന്യമുള്ള കേവല ഭൂരിപക്ഷത്തിന്റെ പേരിൽ അടിച്ചമർത്തലുകളില്ലാത്ത ഒരു മതേതര രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ തുടർന്ന് പോരാടുമെന്നും മഹുവ പറഞ്ഞു. പക്ഷേ മഹുവയെ പോലും കണ്ണുരുട്ടി കാണിക്കുകയാണ് മമതാ ബാനർജി ചെയ്തിരിക്കുന്നത്. ഞാനിത് അംഗീകരിക്കില്ല, ഈ തോൽവി ഞാൻ അംഗീകരിക്കില്ല, ഞാൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങില്ല, 15 വർഷമായിട്ട് ഞാനാണ് ഭരിക്കുന്നത്, ഇനിയും ഞാൻ തന്നെ ഭരിക്കും എന്ന് മമത വാദിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു സമനില തെറ്റിയ ആളെ പോലെ വെറുപിടിച്ച രീതിയിൽ തന്റെ തൃണമൂൽ കോൺഗ്രസിനെ അഴിച്ചുവിട്ടിരിക്കുകയാണ് മമതാ ബാനർജി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന ആരോപണം തൃണമൂൽ നിരന്തരം ഉയർത്തുകയാണ്. കമ്മീഷനെതിരെ തുടക്കം മുതൽക്കേ മമത ആരോപണം ഉന്നയിച്ചിരുന്നു, അവരുമായി പോരിലുമായിരുന്നു. എന്തായാലും കനത്ത തിരിച്ചടിയാണ് ഇക്കുറി തൃണമൂൽ കോൺഗ്രസ് നേരിട്ടത്. 15 വർഷം നീണ്ട തൃണമൂൽ ഭരണത്തിന് അവസാനം കുറിക്കാൻ BJPക്ക് കഴിഞ്ഞു. അവരതിൻ്റെ വലിയ ആവേശത്തിലാണ്. 293 സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP 207 സീറ്റ് നേടി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം സ്വന്തമാക്കി. 80 സീറ്റിൽ ജയിക്കാൻ മാത്രമേ തൃണമൂലിന് സാധിച്ചിട്ടുള്ളൂ. 2021 216 സീറ്റിൽ ജയിച്ച സ്ഥാനത്താണിത്. ഒന്ന് ഓർത്തു നോക്കണം, അവിടെ നിന്നാണ് താഴേക്ക് വീണത്. സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിൽ മമത തോറ്റത് പാർട്ടിക്ക് ഇരുട്ടടിയായി. മുൻ സഹപ്രവർത്തകനും BJPയുടെ പാർലമെന്ററി പാർട്ടി നേതാവുമായ സുവേന്ദു അധികാരിയായിരുന്നു മമതയെ തോൽപ്പിച്ചത്. എന്തായാലും കസേരയിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി അവിടെ കടിച്ചു തൂങ്ങുമ്പോൾ ഞങ്ങൾക്ക് അധികാരത്തിൽ ഏറാൻ കഴിയും, അതിന് ഞങ്ങൾക്ക് ആർജവമുണ്ടെന്ന് അമിത്ഷാ പ്രഖ്യാപിക്കുകയാണ്. കുറെ കാലമായി ബംഗാൾ പിടിച്ചെടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു BJP. അവരത് നേടിയിരിക്കുകയാണ്. പിന്നെ ആ നേട്ടം കുറുക്ക് വഴിയിലൂടെയാണെങ്കിൽ ജനാധിപത്യത്തിൽ അതിന് മറുപടി പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.